നമസ്തേ. ഇന്ത്യയിൽ തദ്ദേശീയ ജെറ്റ് വിമാനങ്ങൾക്ക് ആവശ്യമായുള്ള ഒരു കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് വളരെ ആകാംക്ഷയോടെയാണ് ഇന്ത്യക്കാർ എല്ലാവരും കാത്തിരിക്കുന്നത്. തദ്ദേശീയമായി തന്നെ ഇന്ത്യയിലെ വിമാനത്തിൻ്റെ പാർട്സുകൾ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വയം പ്രാപ്തം ഉണ്ടാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ആശ്രയിക്കുന്ന ഒരു ഘട്ടം എപ്പോഴാണ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ. ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അറിവ് എന്താണ്? അതൊന്ന് പറയാമോ? ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് GTRE എന്ന ഒരു സ്ഥാപനമുണ്ട്. അത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് നമ്മുടെ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അവിടെ സന്ദർശിച്ച അവസരത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഈ കാവേരി എഞ്ചിൻ നമ്മൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 കൊല്ലമെങ്കിലുമായി. കേട്ടാ ചിരി വരും, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. 30 കൊല്ലമായിട്ടും മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വഞ്ചി തിരുനക്കര തന്നെയെന്ന്, പിന്നെ ശങ്കരൻ തെങ്ങിൽ തന്നെ, അങ്ങനെയൊക്കെ പറയുന്ന ആ ചൊല്ലുപോലെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച രാജ്നാഥ് സിംഗ് അവിടെ സന്ദർശിച്ചപ്പോൾ കാവേരി എഞ്ചിന്റെ ഒരു പുതിയ പരീക്ഷണം നടത്തി. ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ഏതാണ്ട് അടുത്തെത്തുന്ന ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എഞ്ചിന്റെ ശക്തിയാണ്. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒരു കാറിന്റെ എഞ്ചിന്റെ BHP എന്നൊക്കെ പറയുമല്ലോ, ഹോഴ്സ് പവർ എന്നൊക്കെ പറയുന്ന പോലെ BHP, ഇപ്പൊ BHP എന്നുള്ള രീതിയിലാണ് കാറിന്റെ ഒക്കെ എഞ്ചിന്റെ ശക്തിയെ പറയുന്നത്. അപ്പോൾ ആ ഒരു 80 കിലോ ന്യൂട്ടൺ എന്ന ഒരു ത്രസ്റ്റ് അച്ചീവ് ചെയ്യുന്നതിൽ ഈ എഞ്ചിൻ ആഫ്റ്റർ ബേണർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടു കൂടി പ്രവർത്തിച്ച് വിജയിച്ചു എന്നാണ് ഇന്നലെ വാർത്ത വന്നത്. അത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാവേരി എഞ്ചിൻ നമ്മൾ ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. ഒരു 3 വർഷം മുമ്പ് അത് ആ കാവേരി എഞ്ചിൻ ഉപേക്ഷിക്കുകയാണെന്ന് വരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 3-4 വർഷം മുമ്പ്. അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ LCA തേജസ് എന്ന വിമാനത്തിന് അമേരിക്കയുടെ GE എന്ന കമ്പനിയുടെ F404 എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവരാണെങ്കിലോ നമുക്ക് ആവശ്യമുള്ള എഞ്ചിൻ തരുന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്നും എഞ്ചിന് വേണ്ടിയിട്ട് 10,000 കോടി ഇന്ത്യൻ രൂപ വാങ്ങിച്ച, അതായത് $1 ബില്യൺ വാങ്ങിച്ച GE 2023 മുതൽ എഞ്ചിൻ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 26-ൽ ഇപ്പോൾ മാർച്ചിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വെറും 6-7 എഞ്ചിനാണ് ഇതുവരെ അവർ നമുക്ക് തന്നിട്ടുള്ളത്. 100-ലധികം എഞ്ചിൻ തരേണ്ടതാണ്. ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വർഷം, ആദ്യത്തെ വർഷം 12, രണ്ടാമത്തെ വർഷം 24 തരുമെന്ന്, ഒരു 36 എഞ്ചിനെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ്. ആ സ്ഥാനത്താണ് 6 എഞ്ചിനുമായിട്ട് നിൽക്കുന്നത്. അമേരിക്ക ആയതുകൊണ്ട് നമുക്ക് അധികം കടുപ്പിച്ച് പറയാനും പറ്റുന്നില്ല. കരാർ റദ്ദാക്കിയാൽ പിന്നീട് ഈ വിമാനത്തിന്റെ ഡിസൈൻ മൊത്തം മാറ്റേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, കാവേരി എഞ്ചിൻ കൃത്യമായിട്ട് വികസിപ്പിക്കുക. അത് ഇതിന്റെ ഉദ്ദേശത്തിൽ അത് 80, 82, 83 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എന്ന ലെവലിലേക്ക് അത് ഉയർന്നാൽ നമുക്ക് അടുത്ത നിമിഷം ഈ അമേരിക്കയുടെ F404 എഞ്ചിൻ വേണ്ട എന്ന് വെക്കാം. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ഇന്ത്യക്ക് അത് കഴിയുന്നില്ലായിരുന്നു, DRDOയ്ക്ക് അത് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ചോദിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നി. അല്ല, അതായത് ഇന്ത്യയിൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആവശ്യം മാത്രമല്ല, വിദേശ രാജ്യങ്ങൾക്ക് ഇത് കയറ്റുമതി ചെയ്യാനും മറച്ചു വിൽക്കാനും പറ്റും. അതുവഴി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്നുള്ള നിലയിലേക്ക് കുതിച്ചു വരാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള കൂടി നമുക്ക് കണക്കൂട്ടാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഒരു രാജ്യം ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഇന്നും ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കൈവശമേ ഉള്ളൂ. ഒന്ന് ബ്രിട്ടനിലെ റോൾസ് റോയ്സ് ആണ് ഒരു പ്രധാനപ്പെട്ട കമ്പനി. രണ്ടാമത്തേത് അമേരിക്കയുടെ കാര്യം ഞാൻ അവസാനം പറയാം. രണ്ടാമത്തേത് ചൈനയാണ്. ചൈന ഇപ്പൊ സ്വന്തമായിട്ട് റഷ്യയിലെ എഞ്ചിനുകൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ചൈന എഞ്ചിൻ നിർമ്മിച്ചിട്ടുണ്ട്. മൂന്നാമത് റഷ്യ തന്നെയാണ്. റഷ്യ ഈ മേഖലയിൽ NPO സാറ്റേൺ എന്നൊക്കെ പറയുന്ന റഷ്യൻ കമ്പനികൾ അതിശക്തമായ പവർഫുൾ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ വലിയ
മുന്നേറ്റം നടത്തിയിട്ടുള്ളവയാണ്. നാലാമത്തെ ഇത് ഞാൻ ആദ്യം പറയേണ്ടതാണ്. രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് ഫ്രാൻസിൻ്റെയാണ് സഫ്രാൻ. അവരാണ് ഇപ്പം നമ്മളുമായിട്ട് യോജിച്ച് പുതുതായിട്ടൊരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കൾ അമേരിക്ക തന്നെയാണ്. അതിൽ അമേരിക്കയുടെ അവരുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എഞ്ചിൻ വാങ്ങിക്കുന്നത്. അതുപോലെ പ്രാറ്റ് ആൻഡ് വൈറ്റ്നി എന്ന വേറൊരു കമ്പനി, അതും വലിയ കമ്പനി. അവരാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കൾ. അവരും സഫ്രാനും കൂടെ ചേർന്നിട്ട് നിർമ്മിക്കുന്നു. അപ്പം ഇങ്ങനെ 5 കമ്പനികളുള്ളൂ, 5 രാജ്യങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ അതിശയിക്കാം, ജപ്പാനെ പോലൊരു രാജ്യത്തിന് ഇതുവരെ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. ദക്ഷിണ കൊറിയ ടെക്നോളജിക്കലി ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ വലിയ വികസനം നടന്ന ഒരു രാജ്യമാണ്. അവർക്കും സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിൻ ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിൻ, ഒരു യുദ്ധവിമാനത്തിന് ആവശ്യമുള്ള ത്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ നിർമ്മിച്ചാൽ ഇന്ത്യ അതോടുകൂടി മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഈ ഒരു 84 കിലോ ന്യൂട്ടൺ 82 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിന് ആ ത്രസ്റ്റ് കൂട്ടാനും അധികം ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യം. അതായത് പിന്നീട് എത്ര ശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകും. കാരണം അടിസ്ഥാന ടെക്നോളജി നമ്മൾ മാസ്റ്റർ ചെയ്യുന്നു. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനം ഈ ജെറ്റ് എഞ്ചിനുകളിലെ പല ഘടകങ്ങളും പ്രത്യേകതരം അലോയികൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കാരണം ഇത് പ്രവർത്തിക്കുമ്പോൾ വലിയ ചൂടുണ്ടാകും. ആ ചൂടിലും ഇപ്പോൾ 3000 ഡിഗ്രിയോ അല്ലെങ്കിൽ 4000 ഡിഗ്രിയോട് അടുപ്പിച്ച 3000 ഡിഗ്രിയൊക്കെ ഉള്ള ചൂടുണ്ടായാൽ ആ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലോഹക്കൂട്ടുകൾ ഉണ്ടാകണം. അത് സ്വാഭാവിക ലോഹങ്ങളല്ല, അലോയികളാണ്. 2 ലോഹങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ അലോയികൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് അതിൻ്റെ സാങ്കേതികവിദ്യ കൊടുക്കില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ എങ്ങനെ ഇന്ത്യ ഈ കാവേരി എഞ്ചിൻ 30 വർഷം നമ്മൾ ശ്രമിച്ചിട്ടും അതിൻ്റെ പരമാവധി ത്രസ്റ്റ് 72 കിലോ ന്യൂട്ടൺ അപ്പുറത്ത് പോകുന്നില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മളത് ഉപേക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ എങ്ങനെ ഈ 80 എത്തിച്ചു എന്നൊരു ചോദ്യമുണ്ട്. കൃത്യമായ മറുപടിയുണ്ട്. അവിടെയാണ് ഈ ബ്രഹ്മോസ് എന്ന തദ്ദേശീയമായ സ്ഥാപനത്തിൻ്റെ ഒരു ഇടപെടൽ. ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ച ബ്രഹ്മോസിന് അവരും ഈ ബ്രഹ്മോസ് മിസൈലിന് ഒരു എഞ്ചിനുണ്ട്, ടർബോഫാൻ ജെറ്റ് എഞ്ചിനുണ്ട്. ആ ജെറ്റ് എഞ്ചിൻ റഷ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ചാണ്. അപ്പോൾ ഈ ബ്രഹ്മോസിലെ എഞ്ചിനീയർമാർക്ക് ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിൻ്റെ ചില സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ അവരുടെ കൈവശമുണ്ട്. അങ്ങനെ ബ്രഹ്മോസിലെ എഞ്ചിനീയർമാർ അവർ പിന്നെ സഹായം ഇപ്പോൾ DRDO തേടി. അങ്ങനെ GTRI ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അവരുടെ സഹായത്തോടു കൂടി അവർ ആഫ്റ്റർ ബേണർ എന്നൊരു സംവിധാനമുണ്ട്. അതായത് ആഫ്റ്റർ ബേണർ എന്ന് പറയുന്ന സംവിധാനം ഈ ജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അധിക ഫ്യൂവൽ അങ്ങോട്ട് പമ്പ് ചെയ്യാനുള്ള, അത് മണിക്കൂറുകളിലൊന്നുമില്ല, കുറച്ച് മിനിറ്റ് നേരത്തേക്ക് അധിക ഫ്യൂവൽ പമ്പ് ചെയ്യുന്ന ഒരു സംവിധാനം. അങ്ങനെ പമ്പ് ചെയ്താണ് ഇതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ, അതായത് വിമാനം ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിന് സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്ന വേഗത വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലോ ഒക്കെ തന്നെ ഈ ആഫ്റ്റർ ബേണർ പ്രവർത്തിക്കും. അങ്ങനെ ആഫ്റ്റർ ബേണർ പ്രവർത്തിപ്പിക്കാനുള്ള ആഫ്റ്റർ ബേണർ നിർമ്മിച്ചെടുത്തത് ഈ ബ്രഹ്മോസ് എഞ്ചിനീയർമാരാണ്. അവരുടെ സഹായത്തോടു കൂടി, തദ്ദേശീയമായിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി ഈ വിമാന എഞ്ചിൻ അതിൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുകയും അത് തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതിനിയും ഇപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന നേട്ടം ഏതാണ്ട് 80 കിലോ ന്യൂട്ടൺ ആണ്. 82 വരെ അത് എത്തും എന്നാണ് പറയുന്നത്. അതുപോലെ അതൊരു 2 കിലോ ന്യൂട്ടൺ കൂടെ കൂട്ടിയിട്ട് 84 കിലോ ന്യൂട്ടൺ എന്ന ലെവലിലേക്ക് അത് എത്തിച്ചാൽ നമുക്ക് ഈ അമേരിക്കയുടെ എഞ്ചിൻ വേണ്ട എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. എന്നാലും സർട്ടിഫിക്കേഷനും അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾക്ക് പിന്നെ ഒരു വർഷം ഒക്കെ എടുക്കും. പക്ഷേ എങ്കിലും അതോടുകൂടി അമേരിക്ക അവരുടെ ഈ സ്ട്രോങ് ആം ടാക്ടിക്സ് നമ്മളുടെ നേരെ ഇനി പ്രയോഗിക്കില്ല എന്നാണ് വ്യോമയാന രംഗത്തെ ആൾക്കാർ വിലയിരുത്തുന്നത്. അതായത് ലോകത്തിൽ സ്വയം പര്യാപ്തമായ രാജ്യമായി എല്ലാ രംഗങ്ങളും, സൈനിക മേഖലയിലാണ് ശരി, ടെക്നോളജീൻ്റെ കാര്യത്തിലാണ് ശരി, കൃഷിയുടെ കാര്യത്തിലാണ് ശരി, മരുന്നിൻ്റെ കാര്യത്തിലാണ് ശരി, അങ്ങനെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാകുന്ന രീതിയിലേക്ക് ഇന്ത്യ വളരുന്നു, ഇന്ത്യ കുതിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നേറുന്നു എന്നുള്ളതല്ലേ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മുടെ ഒരു വളരുന്ന സാങ്കേതിക വൈദഗ്ധ്യം നമ്മുടെ ഒരു ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മളിപ്പോൾ
കൈവരിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സ്ഥാനം, ഇതെല്ലാമാണ് ഈ ഒരു പരീക്ഷണത്തിന്റെ വിജയം. പൂർണ്ണ വിജയം എന്ന് ഞാൻ ഇതുവരെ പറയുന്നില്ല. അത് ഞാൻ ഈ പറഞ്ഞ 84 കിലോ ന്യൂട്ടൺ എന്ന ഒരു ലിമിറ്റിലേക്ക് എത്തിയിട്ടേ ഞാനത് പറയുള്ളൂ. പക്ഷേ ഏതാണ്ട് പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതിശയകരമായ ഒരു മുന്നേറ്റമാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമ്മുടെ പരീക്ഷണം പൂർണ്ണമായും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് തൽക്കാലം സമയപരിമിതി മൂലം ഇവിടെ നിർത്താം. വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.